വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സർവേയിങ്ങിലെ കോണ്ടൂറിംഗ് ആണ്. എന്താണ് കോണ്ടൂർ എന്ന് നോക്കാം. ആൻ ഇമാജിനറി ലൈൻ ഓൺ ദി ഗ്രൗണ്ട് സർഫസ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ ഈസ് നോൺ ആസ് കോണ്ടൂർ. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമാജിനറി ലൈനാണ്. ഈക്വൽ ആയിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഈക്വൽ എലിവേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനെയാണ് കോണ്ടൂറിംഗ് എന്ന് പറയുന്നത്. In other words, contour is a line in which the ground surface is intersected by a level surface obtained by joining points of equal elevation. This line on the map represented a contour and is called contour line. Then contour map. A map showing contour lines is known as contour map. നമ്മുടെ കോണ്ടൂർ ലൈൻസ് ഒക്കെ ഷോ ചെയ്യുന്ന മാപ്പിനെയാണ് നമ്മൾ കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത്. എ കോണ്ടൂർ മാപ്പ് ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി സർഫസ് ഫീച്ചേഴ്സ് ആസ് വെൽ ആസ് ദ റിലേറ്റീവ് പൊസിഷൻസ് ഇൻ പ്ലാൻ സെർവ്സ് ദി പർപ്പസ് ഓഫ് ബോത്ത് എ പ്ലാൻ ആൻഡ് എ സെക്ഷൻ. മെയിനായിട്ട് നമ്മൾ കോണ്ടൂർ എന്തിനൊക്കെ യൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്മുടെ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ്, അത് റോഡ്, റെയിൽവേ, കനാൽ, ഡാം, ബിൽഡിങ്, ഇതിൻ്റെയൊക്കെ വർക്ക്സിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടൂർസ് അവ യൂസ് ചെയ്യാറുണ്ട്. കോണ്ടൂർ മാപ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ് എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ സ്യൂട്ടബിളായിട്ട് കോണ്ടൂർ മാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോണ്ടൂറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അലൈൻമെൻറ്റ്, കനാലിൻ്റെയൊക്കെ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കനാൽ മാത്രമല്ല, റോഡ്, റെയിൽവേസ്, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ എർത്ത് എക്സ്കവേഷനൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ, റോഡ് വർക്കൊക്കെ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ വരെയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ആ കട്ടിങ്ങും ഫില്ലിങ്ങും ഒക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന കോണ്ടൂറിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം അത് അൺറിലേറ്റഡ് ആണോ അതോ ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടാണോ, ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ കോണ്ടൂറിങ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റിസർവോയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ എർത്ത് വർക്കിൻ്റെ വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന കോണ്ടൂറിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കോണ്ടൂർ ഇൻ്റർവെൽ. ഈ കോണ്ടൂർ ഇൻ്റർവെല്ലും ഹൊറിസോണ്ടൽ ഇക്വലൻറ്റും എപ്പോഴും എക്സാംസിന് ചോദിക്കുന്നതാണ്. ഇത് രണ്ടിലും ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത് കോണ്ടൂർ ഇൻ്റർവെല്ല് തന്നെയാണ്. അപ്പോൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. രണ്ട് കൺസിക്യൂട്ടീവ് കോണ്ടൂർസിനിടയിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിനിടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്താണ്? ദ കോൺസ്റ്റൻറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ഈസ് കോൾഡ് ദി കോണ്ടൂർ ഇൻ്റർവെൽ. Then horizontal equivalent, the horizontal distance between any two adjacent contours is called as horizontal equivalent. The contour interval is constant between the consecutive contours while the horizontal equivalent is variable and depend upon the slope of the ground. കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുമ്പോഴത്തേക്കും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പറയുന്നത്. രണ്ട് കൺസിക്യൂട്ടീവ് കോണ്ടൂർസിനിടയിൽ എടുത്തു കഴിഞ്ഞാൽ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഹൊറിസോണ്ടൽ ഇക്വലൻറ്റിൻ്റെ കാര്യം പറയുന്നത്. ഇനി പറയുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് കോണ്ടൂർ ഇൻ്റർവെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നാച്ചർ ഓഫ് ഗ്രൗണ്ട് ആണ്. നാച്ചർ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ആണോ, യൂണിഫോം ആയിട്ടുള്ള സ്ലോപ്പ് ആണോ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നാച്ചർ ഓഫ് ഗ്രൗണ്ടിൽ പറയുന്നത്. In flat and uniformly sloping country, the contour interval is small, but in broken and mountainous region, the contour intervals should be large, otherwise the contours will come too close to each other. Second, purpose and extent of the survey ആണ്. Contour intervals is small if the area to be surveyed is small and the maps are required to be used for the design work or for determining the quantities of earthwork, etc., while wider intervals shall have to be kept for large areas and comparatively less important works. Then third one, the scale of the map, and fourth one, time and expense of field and office work. The scale of map, the contour interval should be in the inverse ratio to the scale of the map, and therefore the smaller the scales, the greater in the contour interval. It's very important. Time and expense of field and office work. The smaller the intervals, the greater is the amount of field work and plotting work. Next, contour intervals in the values ആണ്. അതിൽ നമ്മുടെ ഇപ്പോൾ ഒരു ബിൽഡിംഗ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് സൈറ്റ്സ്, ബിൽഡിംഗ് എന്നല്ല ബിൽഡിങ്ങിൻ്റെ സൈറ്റ്സ് എടുക്കുകയാണ്. ലാർജ് സ്കെയിൽസ് മാപ്സിലുള്ള ഫ്ലാറ്റ് കൺട്രീസ്
അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് എർത്ത് വർക്ക് പറയുമ്പോൾ അവിടുത്തെ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0.2 to 0.5 മീറ്റർ ആണ് വരുന്നത്. 0.2 to 0.5 മീറ്റർ. ഇതിൽ PSC ചോദിച്ചിട്ടുള്ളത് ബിൽഡിംഗ് സൈറ്റ്സിൻ്റെ കോണ്ടൂർ ഇൻ്റർവെല്ലാണ് 0.2 to 0.5 മീറ്റർ. അതുപോലെ തന്നെ നമുക്ക് റിസർവോയേഴ്സ് അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് സ്കീം അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 0.5 to 2 മീറ്റർ ആണ് വരുന്നത്. റിസർവോയർ ആൻഡ് ടൗൺ പ്ലാനിങ് സ്കീംസ് 0.5 to 2 മീറ്റർ. ലൊക്കേഷൻ സർവേ ആണെങ്കിൽ 2 to 3 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹില്ലി ഏരിയ പറയുകയാണ്, ഹില്ലി ഏരിയയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അത് നമ്മൾ 2 മീറ്റർ ആണ് പറയുന്നത്. ദെൻ ജനറൽ ടോപ്പോഗ്രഫിക്കൽ വർക്ക്സ്, അത് സ്മോൾ സ്കെയിൽസ് മാപ്സ് ഓഫ് ബ്രോക്കൺ കൺട്രി ആൻഡ് ജനറൽ ടോപ്പോഗ്രഫിക്കൽ വർക്ക് ആണെങ്കിൽ 3 and above എന്നാണ് പറയുന്നത്. അപ്പോൾ 3, 5, 10 or 25 മീറ്റർ എന്ന് വെച്ചാൽ 3 to 25 മീറ്ററിനിടയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ബിൽഡിംഗ് സൈറ്റ്സ് ആണ് 0.2 to 0.5 മീറ്റർ. ദെൻ റിസർവോയറോ ടൗൺ പ്ലാനിങ്ങോ ആണെങ്കിൽ 0.5 to 2 മീറ്റർ. ലൊക്കേഷൻ സർവേ ആണെങ്കിൽ 2 to 3 മീറ്റർ. ഹില്ലി ഏരിയ ആണെങ്കിൽ 2 മീറ്റർ ആണ്. ഫോർ ജനറൽ ടോപ്പോഗ്രഫിക്കൽ വർക്ക്സ് ആണെങ്കിൽ അത് 3 to 25 മീറ്റർ ആണ് വരുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസ്, ഇത് ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ഓൾ പോയിൻറ്റ്സ് ഇൻ എ കോണ്ടൂർ ലൈൻസ് ഹാവ് ദി സെയിം എലിവേഷൻ. ഫ്ലാറ്റ് ഗ്രൗണ്ട് ഈസ് ഇൻഡിക്കേറ്റഡ് where the contour are widely separated and steep slope where they runs close together. A uniform slope is indicated when the contour lines are uniformly spaced and a plane surface when they are straight, parallel and equally spaced. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്കിൽ തന്നെ ഹിൽ എടുത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഹില്ലെന്ന്? എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് ഓൺ ദി മാപ്പ് റെപ്രസെൻറ്റ് എ ഹിൽ ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഇൻസൈഡ്. നമ്മുടെ കോണ്ടൂർസ് ലൈൻസ് എന്ന് പറയുമ്പം വളരെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഒരു സീരീസ് ഓഫ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കോണ്ടൂർ ലൈൻസ് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൽ ഈ കോണ്ടൂറിൻ്റെ അകത്തെ വാല്യൂ, ഈ കോണ്ടൂർ വരച്ചിരിക്കുന്നതിൻ്റെ അകത്തെ വാല്യൂ എന്ന് പറയുന്നത് ഹയർ വാല്യൂ ആണെങ്കിൽ അതാണ് ഹില്ലെന്ന് പറയുന്നത്. ഹയർ വാല്യൂ ആണെങ്കിൽ അതാണ് ഹില്ലെന്ന് പറയുന്നത്. അതേസമയം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ കോണ്ടൂർ ലൈൻസ് മാപ്പിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തെ വാല്യൂ എന്ന് പറയുന്നത് ലോ ആണ്, പുറത്തെ വാല്യൂ ഹൈ ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോണ്ടൊക്കെ ഒരു ഡിപ്രഷന് എക്സാമ്പിളാണ്. ഹില്ലെന്ന് പറയുന്നത് ഹില്ല് തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഹിൽ കണ്ടീഷനല്ലേ, അത് മെയിനായിട്ട് എക്സാമ്പിൾ പറയുന്നത് ഹില്ല് തന്നെയാണ്. ഇവിടെ ഡിപ്രഷനിൽ പോണ്ട നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, കാരണം അകത്തെ വാല്യൂ കുറവും പുറത്തെ വാല്യൂ കൂടുതലുമാണ്. അതുപോലെ തന്നെ കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യുന്നത് റിഡ്ജ് ഓർ വാലി ലൈൻ ആണെങ്കിൽ അറ്റ് റൈറ്റ് ആംഗിൾസ് ആണ് വരുന്നത്. ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഇൻസൈഡ് ബെൻഡ് ഓർ ലൂപ്പ് ഇൻ ദ കോണ്ടൂർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ റിഡ്ജ്. ദെൻ കോണ്ടൂർ ലൈൻസ് ക്രോസ് റിഡ്ജ് ഓർ വാലി ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ് അഗെയിൻ അത് സെയിം തന്നെയാണ് പറയുന്നത്. ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഔട്ട്സൈഡ്, ഹയർ വാല്യൂസ് ആർ ഔട്ട്സൈഡ് ദി ബാൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ വാല്യൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആദ്യം ഹില്ല് പറഞ്ഞു, ഡിപ്രഷൻ പറഞ്ഞു, അതേ സെയിം തന്നെയാണ് ഇപ്പോൾ റിഡ്ജും വാലിയും നമ്മൾ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. കോണ്ടൂർ ലൈൻസ് കനോട്ട് merge or cross on another on map except in the case of an overhanging cliff. കോണ്ടൂർ ലൈൻസ് മേർജ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. എന്തിൻ്റെ കേസ് ഒഴികെ? ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസ് ഒഴികെ. ഓക്കെ, അപ്പോൾ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മേർജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കീവേഡ്സ് ആണ്. ഓക്കെ, ടു കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പം ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിൽ മേർജ് ചെയ്യുകയോ ക്രോസ് ചെയ്യുകയോ ഇൻ്റർസെക്റ്റ് ചെയ്യുകയോ ചെയ്താൽ അതിന് നമുക്ക് ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്ന് പറയാം. ദെൻ വേർട്ടിക്കൽ ക്ലിഫ് എന്തെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. കോണ്ടൂർ ലൈൻസ് നെവർ റൺ ഇൻ ടു വൺ അനദർ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ വേർട്ടിക്കൽ ക്ലിഫ്. ഇൻ ദ കേസ് സെവറൽ കോണ്ടൂർസ് കോയിൻസൈഡ് ദി ഹൊറിസോണ്ടൽ ഇക്വലൻസ് ബിക്കം 0.
വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറയുമ്പം 2 കോണ്ടൂർ ലൈൻസ് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ 2 കോണ്ടൂർ ലൈൻസ് അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻസ് എടുക്കാം. കോണ്ടൂർ ലൈൻസ് ഡിഫറെൻറ്റ് എലിവേഷൻസിലാണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ. അത് എല്ലാം കൂടെ യുണൈറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിനെ നമ്മൾ വെർട്ടിക്കൽ ക്ലിഫ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി കോണ്ടൂറിങ്ങിന് മെയിനായിട്ട് 2 മെത്തേഡ്സാണുള്ളത്. ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ മോസ്റ്റ് ആക്യുറേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ടൈം കൺസ്യൂമിംഗ് ആണ്. സ്മോൾ ഏരിയാസിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹില്ലി ഏരിയാസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റഡ് ആക്യുറേറ്റ് അല്ല, അതുപോലെ ചീപ്പാണ്, റാപ്പിഡാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിയും. ലാർജ് ഏരിയാസിലും അണ്ടുലേഷൻസ് ഉള്ളിടത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് ആക്യുറസി ഉള്ള വർക്കിന് നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ഹില്ലി ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അവിടെ അങ്ങനെയാണെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മളവിടെ കൊടുക്കേണ്ടത് ടാക്യോമെട്രിക് മെത്തേഡായിരിക്കും. ടാക്യോമെട്രിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഹില്ലി ഏരിയയിൽ നമുക്ക് കോണ്ടൂറിങ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ റോഡ്, റെയിൽവേ, കനാലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കോണ്ടൂറിൻ്റെ ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യാനായിട്ട് വീണ്ടും ഇൻ്റർപ്ലേഷൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർപ്ലേഷനിൽ ഉള്ള ആ 3 മെത്തേഡ്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ സ്ക്വയർ മെത്തേഡാണ്. നമ്മൾ ചെറിയ ഏരിയയൊക്കെ സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ ചെറിയ സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോണ്ടൂറിങ് ചെയ്യുന്നതിനെയാണ് ബൈ മെത്തേഡ്സ് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. ചെറിയ ഏരിയയിൽ, ചെറിയ ഓപ്പൺ ഏരിയ, സ്മോൾ ഓപ്പൺ ഏരിയാസിലായിരിക്കും നമ്മളെപ്പോഴും സ്ക്വയർ മെത്തേഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബൈ ക്രോസ് സെക്ഷൻ മെത്തേഡ്. ഓക്കെ, ബൈ മെത്തേഡ്സ് ഓഫ് ക്രോസ് സെക്ഷൻ എന്നും പറയാം. ഇത് വേറൊന്നുമല്ല, നമ്മുടെ റോഡ്, റെയിൽവേ, കനാൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് ക്രോസ് സെക്ഷൻ ചെയ്യുന്നത്. അത് മെയിനായിട്ട് പറഞ്ഞാൽ അവിടെ കൺസിഡർ ചെയ്യുന്നത് ക്രോസ് സെക്ഷൻ ബേസ്ഡിലാണ്. ആൻഡ് ഫൈനൽ മെത്തേഡ് ഈസ് ടാക്യോമെട്രിക് മെത്തേഡ്. ഈ ടാക്യോമെട്രിക് മെത്തേഡിനെ തന്നെ നമുക്ക് റേഡിയൽ ലൈൻ മെത്തേഡ് എന്ന് പറയാം. എന്താണ് റേഡിയൽ ലൈൻ മെത്തേഡ് എന്നും പറയാം. ഹില്ലി ഏരിയാസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ടാക്യോമെട്രിക് അല്ലെങ്കിൽ റേഡിയൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻ്റർപ്ലേഷൻസ് ബേസ് ചെയ്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് 3 മെത്തേഡ്സിലാണ് നമുക്ക് ഈ ഇൻ്റർപ്ലേഷൻ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. കാരണം കോണ്ടൂർസ് ആദ്യം ഇൻ്റർപ്ലേഷൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഇൻ്റർപ്ലേഷനിലോട്ട് വരാനായിട്ടുള്ളൊരു 3 മെത്തേഡ് ഓഫ് സ്ക്വയർ, മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് മെത്തേഡ് ഓഫ് ടാക്യോമെട്രി. ഇനി ഇതിൻ്റെ കോണ്ടൂറിൻ്റെ ഇൻ്റർപ്ലേഷൻ കറക്റ്റ് പറഞ്ഞാൽ വീണ്ടും ഉണ്ട് അഗെയിൻ 3 എണ്ണം. ബൈ എസ്റ്റിമേഷൻ ആൻഡ് ബൈ അരിത്തമെറ്റിക് ആൻഡ് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ റഫ് മെത്തേഡാണ്. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം ആക്യുറേറ്റഡ് ആണ്, പക്ഷേ ടൈം ഒരുപാട് എടുത്ത് ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഫൈനലി ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിൾ മെത്തേഡാണ്. ഒരു മീഡിയം ലെവലിലുള്ള ആക്യുറസിയും കാര്യങ്ങളുമാണ് വരുന്നത്. ഒരു മീഡിയം സ്പീഡ് തന്നെ ആയിരിക്കും വരുന്നത്.